അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. ഓ നബിയേ, തങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും അല്ലാഹു തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ പറഞ്ഞ കളവാണ്. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, ഇനി നിങ്ങൾ എന്നോട് സത്യം പറയൂ? അവർ പറഞ്ഞു, സത്യം പറയാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല, ഞങ്ങൾ ബോധ്യപ്പെട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾ സത്യം പറയും. എന്നാൽ എനിക്ക് തന്ന ഭക്ഷണത്തിൽ നിങ്ങൾ വിഷം ചേർത്തിട്ടില്ലേ? അപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയ സ്ത്രീ പറഞ്ഞുകൊണ്ട് വെള്ളം ഞാൻ വിഷം ചേർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു. അപ്പൊ പറഞ്ഞു, അത് നിങ്ങൾ നബിയാണോ അല്ലേ എന്ന് മനസ്സിലാകാൻ. നബിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നബി അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാവൂല. അപ്പൊ പിന്നെ നിങ്ങളങ്ങ് മരിച്ചു, പിന്നെ നിങ്ങളെ കൊണ്ട് പ്രശ്നമില്ല. ഏതായാലും വിഷം ചേർത്ത സമ്മതം സംഗതി അവർ സമ്മതിച്ചപ്പോ ഒരാൾ ചോദിച്ചു, അലാ അഖ്തുലുഹാ, ഓ നബിയെ, തങ്ങളെ കൊല്ലാൻ വേണ്ടി വിഷം ചേർത്ത് തന്ന ആ സ്ത്രീയെ ഞാൻ കൊന്നുകളയട്ടെ? വല്ലാതെ സ്നേഹിക്കുന്ന അനുയായികൾ, ആ സ്നേഹം ഞാൻ പറയണോ? അവിടുന്ന് ഒതുവെടുത്തു കഴിഞ്ഞാൽ ഒതുവെടുത്ത വെള്ളം, ഒതുവെടുത്തതിന്റെ ബാക്കി വെള്ളം അത് നിലത്ത് വീഴാൻ അനുവദിക്കാതെ കയ്യിൽ ഏറ്റുവാങ്ങിയിട്ട് ഫയതമസ്സഹൂന ബിഹി. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ കാണാം, അവർ ആ വെള്ളം ശരീരമാസകലം തൊട്ട് പുരട്ടുകയാണ്. നബി തങ്ങളുടെ ശരീരം തൊട്ട വെള്ളം അവർ ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. ആ രൂപത്തിൽ സ്നേഹിക്കുന്ന സ്വഹാബത്ത്. ഇനി ഒരാൾക്ക് തിരക്കുകൊണ്ട് ഒതുവെടുത്ത വെള്ളം അത് കിട്ടാൻ വേണ്ടി അവർ ഒന്നും തിരക്കും കൂട്ടുകയാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുകയാണ്. ആ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന സ്വഹാബത്ത്. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാമല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി പറഞ്ഞിരുന്ന സഹാബികളിൽ നിന്ന് ശത്രുക്കൾ കൈക്കലാക്കി കൊന്നുകളയാൻ നോക്കിയിട്ടുള്ള സയ്യിദ് ഇബ്നു ദസിനാർ റളിയല്ലാഹു അൻഹു, അതുപോലെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, അവരൊക്കെ കൊല്ലപ്പെടുന്ന സമയത്ത് ഈ സ്ഥാനത്ത്, കൊല്ലപ്പെടുന്ന ഈ സ്ഥാനത്ത് എനിക്ക് പകരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നതിലാണ് എനിക്ക് താല്പര്യമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിങ്ങളെ വിട്ടുതരാം എന്ന് പറയുമ്പോ ഹബീബ് നബി തങ്ങളുടെ ശരീരത്തിൽ ഒരു മുള്ള് തറിക്കുന്നത് ഒരിക്കലും എനിക്ക് താല്പര്യമില്ല, ഇഷ്ടപ്പെടൂല. എന്നെ കൊന്നുപോയാലും അവിടുത്തെ ശരീരത്തിൽ ഒരു മുള്ള് തറിക്കാൻ പറ്റൂല എന്ന് തുറന്നു പറഞ്ഞ സഹാബത്ത്. ആ സഹാബത്തിന്റെ സ്നേഹം അളക്കാൻ കഴിയോ? അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ വഫാത്ത് അറിഞ്ഞപ്പോ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അഅമി ബസരീ, എന്റെ കണ്ണിന്റെ കാഴ്ച ഒന്ന് ഇല്ലാതെയാക്കി തരണം അല്ലാഹ്. കാരണം ഹബീബ് നബി തങ്ങളുടെ മുഖം കണ്ട ആ കണ്ണ് അതേ വിധത്തിൽ എനിക്ക് ആഖിറത്തിൽ പോകാൻ കഴിയണം. ആ കണ്ണ് ഇനി ആ മുഖം കാണാൻ കഴിയൂല, അതിനാൽ ഇനി ആ കണ്ണെനിക്ക് വേണ്ട എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിന്റെ കാഴ്ച ക്യാൻസൽ ചെയ്തു കൊടുത്തു. ആ നിലക്ക് സ്നേഹിച്ചിരുന്ന സഹാബത്ത്, ആ സഹാബത്താണ് ചോദിക്കുന്നത്, അലാ ഖുതുലുഹാ, തങ്ങളെ കൊന്നുകളയാൻ വേണ്ടി ചതിച്ച് ഭക്ഷണത്തിന് ക്ഷണിച്ച് ചതിച്ചു കൊണ്ടുപോയി വിഷം തന്ന പെണ്ണിനെ കൊന്നുകളയട്ടെ നബിയേ എന്ന് ചോദിക്കുമ്പോ ഖാലല, കൊല്ലണ്ട.
ഇതെന്തൊരു റഹ്മത്താണ് സഹോദരന്മാരെ, ഇതെന്തൊരു കാരുണ്യമാണ് മുഅ്മിനീങ്ങളെ. അതല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾക്കറിയാം സഹീഹുൽ ബുഖാരി നോക്കിയാൽ ബുഖാരിയിൽ തന്നെ ഒന്നിലധികം തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നബി തങ്ങളുടെ തൂക്കിയിട്ടിരുന്ന വാള് കയ്യിലെടുത്ത് അതാ നബി തങ്ങളുടെ സമീപത്ത് ഊരി പിടിച്ചു നിന്നിട്ട്, അതാ നിങ്ങളെ ഞാനിപ്പോ ഈ വാള് കൊണ്ടങ്ങ് വെട്ടിയാൽ മിന്നീ, ആര് തടയും മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും അല്ലാഹു മാത്രമാണ് എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ അധികാരമുള്ളവനില്ല. അവൻ തീരുമാനിച്ചതല്ലാതെ ഇവിടെ നടക്കുന്നില്ല. അവന്റെ തീരുമാനത്തെ മറികടക്കാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയില്ല. അല്ലാഹു തീരുമാനിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച മുഅ്മിനീങ്ങളില്ലേ, അവര് പൂർണ്ണമായി റബ്ബിൽ തവക്കുൽ ചെയ്തവരാണ്. ആ റബ്ബിന്റെ മേൽ തവക്കുലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മേൽ പൂർണ്ണമായി ഏൽപ്പിച്ചവനാരോ അവന് അല്ലാഹു മതിയാക്കുന്നതാണ്. അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതേ, വമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഹിക്മത്തുള്ളവനും ഇസ്സത്തുള്ളവനുമായ റബ്ബിൽ നിന്ന് മാത്രമാണ് സഹായം. അവൻ ഏറ്റെടുത്ത കാര്യമാണ്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. ഈമാനുള്ളവരെ സഹായിക്കുമെന്നത് നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ് നബിയേ. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തേക്ക് വെറും 12 ആളുകൾ കയറി വന്നൊരു കാലമുണ്ട് മുസ്ലിമീങ്ങൾ. ആ 12 ആളുകൾ ഇവിടെ വരുമ്പോൾ അവരുടെ കയ്യിൽ ആയുധമില്ല, അവരുടെ കയ്യിൽ ബോംബുകളില്ല, അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അവരുടെ കയ്യിലുള്ളത് എന്താണ്? അവരുടെ കയ്യിലുള്ളത് ഈമാനാണ്, അതുപോലെ തന്നെ തഖ്വയാണ്, അല്ലാഹുവിൽ പൂർണ്ണമായുള്ള തവക്കുലാണ്. അവരിവിടെ വന്നപ്പോൾ അവർക്കിവിടെ സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ആരാണ്? ഇവിടെ അന്ന് SSF ഇല്ല, SYS ഇല്ല, മുസ്ലിം ജമാഅത്തില്ല, പള്ളി കമ്മിറ്റിയില്ല, മദ്രസ കമ്മിറ്റിയില്ല, ഉറൂസ് കമ്മിറ്റിയില്ല, ഒരു സംഘടനയുമില്ല, ഒരൊറ്റ മുസ്ലിമും ഇല്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് കയറി വന്ന 12 ആളുകൾ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു, ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇവർക്കെല്ലാം സ്വീകരണം കൊടുത്തതാരാണ്? അവരാദരിച്ചതാരാണ്? അവർക്ക് പള്ളി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തതാരാണ്? സൗകര്യം ചെയ്തു കൊടുത്തതാരാണ്? സർവവും ചെയ്തു കൊടുത്തത് ഈ രാജ്യത്തുള്ള മറ്റ് മതക്കാരല്ലേ, ഇവിടെയുള്ള ഹിന്ദുക്കളല്ലേ, ഇവിടെയുള്ള മറ്റ് മതക്കാരല്ലേ? അത് ചരിത്രമല്ലേ? എന്തുകൊണ്ട് അവരെ മറ്റുള്ളവർ ബഹുമാനിച്ചു? എന്തുകൊണ്ട് അവരെ അംഗീകരിച്ചു? എന്തുകൊണ്ട് അവരെ സ്നേഹിച്ചു? എന്തുകൊണ്ട് സർവ്വ സൗകര്യവും ചെയ്തു കൊടുത്തു? അവരുടെ മനസ്സിൽ ഉറച്ച ഈമാൻ ഉണ്ടായിരുന്നു, അവർക്ക് നല്ല തഖ്വ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ അതാ ലഹരി ഉപയോഗിക്കുന്ന ഒരൊറ്റ മുസ്ലിമും ഉണ്ടായിരുന്നില്ല. അവരുടെ കൂട്ടത്തിൽ ഒരു വട്ടിക്കാരനും പലിശക്കാരനും ഉണ്ടായിരുന്നില്ല. അവരുടെ കൂട്ടത്തിൽ അതാ ഒരു കള്ളുകുടിയൻ ഉണ്ടായിരുന്നില്ല. അവരുടെ കൂട്ടത്തിൽ ഹഖും ബാത്തിലുമില്ലാതെ പണം സമ്പാദിക്കുന്നവരുണ്ടായിരുന്നില്ല. അവരുടെ കൂട്ടത്തിൽ ബാപ്പാനെ ധിക്കരിക്കുന്ന മക്കളില്ല, ഉമ്മാനെ ആദരിക്കാത്ത മക്കളില്ല. അവരുടെ കൂട്ടത്തിൽ ഭർത്താവിനെ വഞ്ചിക്കുന്ന പെൺകുട്ടികളില്ല.
അവരെ കൂട്ടത്തിൽ അതാ സ്വന്തം ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും ചതിച്ച് അന്യപെണ്ണുമായി ചാറ്റിങ് ചെയ്യുന്ന ഒരൊറ്റ പുരുഷനുമില്ല. അവരെ കൂട്ടത്തിൽ അതാ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവനില്ല, സയ്യിദന്മാരെ നിന്ദിക്കുന്നവരില്ല, പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തവരില്ല. അവരെ കൂട്ടത്തിൽ വർഗീയവാദികളില്ല, തീവ്രവാദികളില്ല, ഭീകരവാദികളില്ല, അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവരില്ല, കുടുംബ ബന്ധം മുറിക്കുന്നവരില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ചിട്ടയനുസരിച്ച് കൃത്യമായി ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളാണ്, സാലിഹീങ്ങളാണ്. അവര് വരുമ്പോൾ അവരെ സംബന്ധിച്ച് ഇവിടെയുള്ള മറ്റ് മതക്കാരുടെ